ഓക്കെ. വൺസ് അഗെയിൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു സെഷനിലേക്ക്, ഈ 8 PM ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഓറിയന്റേഷൻ ആണ് നമ്മളോട് നടത്തുന്നത്. അപ്പൊ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് റസീന, ഒരു ഇമോഷണൽ വെൽനസ് കോച്ചാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഒരു പാരന്റിംഗ് കോച്ചും കൂടിയാണ്. മാത്രമല്ല ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമാണ്. മാക്സിമം പറ്റുന്നവരൊക്കെ ക്യാമറയിൽ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ടൊക്കെ അങ്ങ് പോവാം കേട്ടോ. ഒരുപക്ഷെ ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുള്ള ഒരു ടേം കേട്ടിട്ടും കേൾക്കാതെയും ഇതെന്താന്ന് അറിയാത്തൊക്കെ ഒരുപാട് പേരുണ്ടാവും, എനിക്കറിയാം. ഫസ്റ്റ് ടൈം കേൾക്കുന്നവരുണ്ടാവും, ഓൾറെഡി കേട്ടവരുണ്ടാവും, എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് എൻക്വയറി നടത്തിയവരുണ്ടാവും. അങ്ങനെ കുറെ പേര്, വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ഇതിൽ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പം ഏതൊരു ഇപ്പൊ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് പറഞ്ഞ് നമുക്ക് പോകാം. ഓക്കെ. എപ്പോഴും നമ്മുടെ ലൈഫിനെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെക്കണം എന്ന് ഓരോ നിമിഷവും ചിന്തിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലെന്നതിനപ്പുറത്തേക്ക് എപ്പോഴും ഇമ്പ്രൂവ് ആവണം, നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ ഇന്നർ ചൈൽഡ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചൈൽഡ് ഉണ്ടോ, ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞൊരു ചൈൽഡൊക്കെ ഉണ്ടോ നമ്മുടെ ഉള്ളിൽ എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ഞാൻ. ഇപ്പോൾ ഈ ഒരു സെഷനിൽ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തുടക്കത്തിലെ ഞാൻ പറയാണ്, ആരും ഒന്ന് ജഡ്ജ്മെന്റൽ ആവുകയോ നിങ്ങളെ കുറിച്ച് ഞാൻ ഇന്നതാണ്, എനിക്ക് എൻ്റെ പ്രശ്നം ഇതാണ് എന്നൊന്നും ആരും ഒരു എന്താ പറയാ ഒരു ജഡ്ജ്മെന്റൽ ആവുകയോ ഒരു ഫിക്സ് ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ പ്രശ്നങ്ങളെ കുറിച്ച് പറയാന്നുള്ളതല്ല, ജസ്റ്റ് നമ്മളെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മളെന്ന് പറയുന്ന സെൽഫിനെ എപ്പോഴും നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ CJ റോയിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അല്ലേ? അദ്ദേഹം മരിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ പിന്നെ പോസ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ. അപ്പം അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ എന്തൊക്കെ നേടിയാലും സ്വന്തം സെൽഫിനെ അല്ലെങ്കിൽ സ്വയത്തെ കീഴടക്കാൻ പറ്റാത്ത ഒരാൾ എന്തൊക്കെ നേടിയിട്ടും, അല്ലെങ്കിൽ സ്വന്തത്തെ നേടാൻ പറ്റാത്ത ഒരാൾ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല എന്നൊക്കെ ഒരു രീതിയിലൊക്കെ ഒരുപാട് കമന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താന്നുള്ള ഒരു, അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു സക്സസ്, അല്ലെങ്കിൽ നമ്മളെ കണ്ടെത്തുക, നമ്മളൊരു വിജയം നേടുക എന്നുള്ളതാണ്. നമ്മുടെ സെൽഫിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലൂടെ എത്തുക എന്നുള്ളതാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഈ ഒരു സെഷനിലൂടെ പോകുമ്പോൾ തന്നെ വീണ്ടും ഞാൻ പറയും, നമ്മളെ ജഡ്ജ്മെന്റൽ ആക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, പലപ്പോഴും നമ്മൾ ജഡ്ജ്മെന്റൽ ആവാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കാര്യം ഇങ്ങനെയാണൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഒന്നും പോണ്ട. ജസ്റ്റ് ദ കൈൻഡ് ഫീലിംഗ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ വളരെ കൈൻഡായിട്ട്, വളരെ ലവിങ് ആയിട്ട്, കെയറിങ് ആയിട്ട്, കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങളോട് ആ രീതിയിലൊന്ന് ഇരുന്നാൽ മതി. വേറെ വളരെ ജഡ്ജ്മെന്റൽ ആവാനോ ഒന്നും നിങ്ങൾ പോകണ്ട കേട്ടോ. സോ ജസ്റ്റ് ഒന്ന് നമുക്ക് സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ജസ്റ്റ് ഒരു ജെന്റിൽ ബ്രീത്തിങ്ങിലൂടെ ഒന്ന് കടന്നു പോകാം. നമുക്ക് എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് ചെയ്ത് സെഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് റിലാക്സ് ചെയ്തിരുന്നേ എല്ലാവരും. കംഫർട്ടബിൾ അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെഷനിൽ കംഫർട്ട് അല്ലേ എല്ലാവരും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ സെറ്റ് ആണ്, റെഡി ആണെന്ന് ടൈപ്പ് ചെയ്തേ, സെറ്റ് ആണെങ്കിൽ. സെറ്റാണ്, ഡബിൾ ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക, ജസ്റ്റ് ഒന്ന് റിലാക്സ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ആൻഡ് ബ്രിങ് യുവർ ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. കംപ്ലീറ്റ് നിങ്ങളുടെ ഫോക്കസും നിങ്ങളുടെ ഒരു ബ്രെത്തിലേക്ക്, ശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഒന്ന് ശ്വാസത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരാം. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് സ്ലോലി. നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും, ഓരോ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോഴും യു ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ റിലാക്സ്ഡ്. നിങ്ങളൊരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക്, ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇന്ന് കടന്നു പോയിട്ടെങ്കിലും ഇന്ന് ഈ ഒരു മൊമെന്റിൽ യു ആർ കംപ്ലീറ്റ് റിലാക്സ് ആവുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ഹോൾ ബോഡി ഫ്രം ദ ടോപ്പ് ഓഫ് യുവർ ഹെഡ്, അല്ലേ? നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗം മുതൽ കാൽപാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ്ലി റിലാക്സ് ആയി, കംപ്ലീറ്റ്ലി സറണ്ടേർഡ് ആണ്, റിലാക്സ്ഡ് ആണ്. വൺസ് അഗെയിൻ ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ,
Breathe out slowly. Suppose we are getting into a deeper state of relaxation, total relaxation. Okay. Say yourself, നിങ്ങൾക്ക് സ്വന്തത്തോടൊന്ന് പറയാം, ഐ എം സേഫ് ആൻഡ് റിലാക്സ്ഡ്. ഞാൻ സേഫ് ആണ്, റിലാക്സ്ഡ് ആണ്, കംഫർട്ടബിൾ ആണ്. ഐ എം ഇൻ എ സേഫ് പൊസിഷൻ, വെരി കംഫർട്ടബിൾ. അതിനൊന്ന് അഫേം ചെയ്യുക. ദെൻ സേ യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറയാം, ഐ ലവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി. I respect myself completely. And just come back and open your eyes. കണ്ണുകൾ തുറക്കാം, തിരിച്ചു വരാം. ജസ്റ്റ് ഒരു റിലാക്സേഷൻ മാത്രം കേട്ടോ, നമ്മൾ ഡീപ്പർ സ്റ്റേറ്റിലേക്ക് ഒന്നും പോയിട്ടില്ല. പലരും നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഐ ലവ് യു എന്ന്, അതേപോലെ ഐ റെസ്പെക്ട് യു എന്ന്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനും കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് റെസ്പെക്ട്, ലവ്, കെയർ ഒക്കെ അല്ലേ. ഇതാദ്യം ജസ്റ്റ് നമ്മളോട് ഇല്ലെന്ന് പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു ഇതിലെ ഒരു അഫർമേഷനിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. എപ്പോഴെങ്കിലും ഒരു വലിയ സ്ട്രെസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ സ്ട്രെസ് ആവാൻ കാത്തിരിക്കുന്നതിന് മുമ്പേ, അല്ലെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയണ്ടല്ലോ. നമ്മൾ പ്രിവെൻഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അസുഖം വന്ന് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ മുൻകൂട്ടി പ്രിവെൻഷൻ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും സേഫ്. അതുകൊണ്ട് ജസ്റ്റ് എവറി മോർണിംഗ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത് ആൻഡ് സേ യുവർ സെൽഫ്. ആ ഒരു റിലാക്സേഷനിലേക്ക് പോയ ശേഷം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, യെസ് ഐ ട്രൂലി ഡീപ്ലി ആൻഡ് കംപ്ലീറ്റ്ലി ലവ് മൈസെൽഫ് എന്ന്, അല്ലെങ്കിൽ അക്സെപ്റ്റ് മൈസെൽഫ്, അല്ലെങ്കിൽ റെസ്പെക്ട് മൈസെൽഫ് എന്ന് നിങ്ങൾക്ക് നിങ്ങളോടൊന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചെറിയൊരു സംതിങ്, എന്താ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. റിപ്പീറ്റഡ്ലി ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നർ ചൈൽഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ഞാൻ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് റിപ്ലൈ തരാം. ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ആൻസർ പറയാം. ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഇമോഷണലി ഒന്ന് ഓവർ റിയാക്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓവർ റിയാക്ട് ചെയ്തിട്ട് പിന്നീട് ഞാൻ എന്താ ഇങ്ങനെ പെരുമാറിയത് എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടോ? പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇമോഷണലി വല്ലാണ്ട് റിയാക്ട് ചെയ്യുന്ന, അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ ചോദിച്ചു പോകാം. നിങ്ങൾ ആൻസർ പറയണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് അല്ലേ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക. അതേപോലെ ചില സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും, സിംപ്ലി വെറുതെ ഇരിക്കുകയാണെങ്കിൽ, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ, യെസ് ഐ എം വേസ്റ്റിംഗ് മൈ ടൈം, ഞാൻ എൻ്റെ സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു ഗിൽറ്റി ഫീലിംഗ് അല്ലേ, സ്വയം ഒന്ന് കുറ്റപ്പെടുന്ന ഒരു ഫീലിംഗ്. അതോടൊപ്പം തന്നെ ഫീലിംഗ് അൺലവ്ഡ് എന്ന് പറയാം. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെ എന്നെ ആരും കേൾക്കുന്നില്ല. അതേപോലെ തന്നെ അങ്ങനത്തെ അല്ലെ, എൻ്റെ ചുറ്റിലും ഒരുപാട് ആളുകളുണ്ട്, എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ട്രൂ കമ്പാനിയൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ, അല്ലെങ്കിൽ കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു ലവ് ആൻഡ് കെയർ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതേപോലെ വേറൊരു ചോദ്യമാണ്, സംടൈംസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരു ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. ഒരേ തരത്തിലുള്ള ആളുകൾ, ചില ആളുടെ ലൈഫിൽ ഒരേ തരത്തിലുള്ള പാറ്റേൺസ്, ചിലപ്പോൾ അത് വ്യക്തികളാവാം, സിറ്റുവേഷൻസ് ആവാം, അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്കിങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും വർക്ക് ലോഡ് ആയിട്ടൊക്കെ ആവാം, ഇനി ചിലപ്പോൾ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടാവാം. അങ്ങനെ ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺസ്, അല്ലെങ്കിൽ ബിസിനസ് ഫെയിലിയർ ആവാം, ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്, അഗെയിൻ ആൻഡ് അഗെയിൻ. അതേപോലെ ചില സമയത്തൊക്കെ നമ്മൾ പുറമെ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ കൂടി ഉള്ളിൽ സംതിങ് ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുക അല്ലെ. അങ്ങനെ ഇതിൽ ചിലതൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇത് ഞാൻ ഇന്നതാണ് എന്നൊന്നും ആരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജ് ചെയ്യാനൊന്നും പോണ്ട. നമ്മൾ എന്താണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ ടൈറ്റില്, ഇന്നർ ചൈൽഡിനെ മനസ്സിലാക്കാന്ന്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ഇന്നർ സെൽഫ് എന്ന് പറയാം അതിന് വേറൊരു പേര് സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്ന ഒരു പേര് ഇന്നർ ചൈൽഡിനെ ഡിവൈൻ ചൈൽഡ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളൊരു സോൾ സ്റ്റേറ്റ് ഉണ്ടല്ലോ, നമ്മളൊരു സോൾ സ്റ്റേറ്റ് അല്ലേ, ആ ഒരു പ്യുവർ സ്റ്റേറ്റ് ആണ് നമ്മുടെ സോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ.
ഒരു പ്യുവർ സ്റ്റേറ്റ്, ആ ഒരു പ്യുവർ സ്റ്റേറ്റ് ഉണ്ട് നമുക്ക്. ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള, വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള, അല്ലെ, അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ജോയ്ഫുൾ ആണ്, എത്രത്തോളം ഇന്നസെന്റ് ആണ്, അല്ലെ, അറ്റ് ദ ടൈം ഓഫ് ബർത്തിന്റെ ടൈമിൽ മാത്രമല്ല, കുറച്ചങ്ങോട്ട് കഴിയുന്നവരെ ശരിക്കും ആ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഡിവൈൻ ചൈൽഡ്, ഒരു ഡിവിനിറ്റി ഉള്ള, ദാറ്റ് ഇന്നസെൻസ് ഉള്ള, ജോയ്ഫുൾനെസ് ഉള്ള, അതേപോലെ തന്നെ ആ ഒരു പ്യൂരിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റ് നമുക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മളും ഒരു സമയത്ത് ആ ഒരു ചൈൽഡ് ആയിട്ട്, ആ ഒരു ബർത്ത് ടൈമിലൊക്കെ ആ പ്യുവർ സ്റ്റേറ്റിലൂടെ കടന്നു വന്നവരാ നമ്മളൊക്കെ, അല്ലേ? സത്യമല്ലേ? പക്ഷെ ആ ഇന്നർ ചൈൽഡിനെ നമ്മളൊന്നും ചെയ്യാനൊന്നും പോകണ്ട, അത് ഓൾവേസ് പ്യുവർ ആണ്, ഇന്നസെന്റ് ആണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഇന്നർ ചൈൽഡ് വൂണ്ടാണ്, അല്ലേ? ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറഞ്ഞാല്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആ കുട്ടി വളരെ പ്യുവർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ പിന്നീട് ഈ കുട്ടി ഗ്രാജുവലി വളരുമ്പോൾ, നമ്മുടെ സൊസൈറ്റിയിലാണല്ലോ വളരുന്നത്, നമുക്ക് ചുറ്റും ആളുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള, ഇനി അതല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ, ഹാപ്പി മൊമെന്റ്സിലൂടെയും സാഡ് മൊമെന്റ്സിലൂടെയും ഒരുപോലെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. എല്ലാവരുടെയും കാര്യമല്ല, കടന്നു പോയവര്, അതൊരു ഹേർട്ടായിട്ട് തുടക്കം മുതലേ ഉള്ളവര്, ഇനി തുടക്കം മുതലേ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ളവര്, അങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പലരുടെ മൈൻഡിലും ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐ എം ഓക്കെ, ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിലും ചില സമയത്ത്, അല്ലെ, ആ ഒരു ഇമോഷണൽ മെമ്മറി നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ളതോ, കുട്ടിക്കാലത്ത് ആ ഒരു ഡിവൈൻ ചൈൽഡിന് ഉണ്ടായിട്ടുള്ളതോ, അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്ത് ഉണ്ടായതോ, ഇനി അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതോ ആയ ചില ഇമോഷണൽ മെമ്മറി ഒരു പക്ഷേ നമ്മൾ സ്റ്റിൽ ഹോണ്ടിങ്, അല്ലെങ്കിൽ സ്റ്റിൽ ലിവിങ് ഇൻസൈഡ്. അതിപ്പോൾ പുറത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല, പക്ഷെ ആ ഒരു മെമ്മറി പലപ്പോഴും പലരുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്, അല്ലെ? ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബോഡി ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഏജ് ഇങ്ങനെ, ഐ എം 10 years old, 11 years old, 13, 14, 15 years old നമ്മളങ്ങനെ പറയാറുണ്ട്. ഏജ് മാറുന്നുണ്ട്, ബോഡി ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചില ചില ഇമോഷണൽ റെസ്പോൺസസ് എത്ര വലിയ ആളാണെങ്കിലും അറ്റ് ദ ഏജ് ഓഫ് 40, 45, 50, 30 നമ്മൾ ചിലപ്പോൾ, ചില ആളുകൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, ഈ എന്താ കുട്ടികളെ പോലെ പെരുമാറുന്നത്, അല്ലേ? അല്ലെങ്കിൽ ചില സമയത്ത് കുട്ടിക്കളി എന്ന് പറയുന്നുണ്ടാവും, ചിലപ്പോൾ എന്താ കുട്ടികളെ പോലെ പെരുമാറുന്നത്. ചില സമയത്ത് നമ്മളൊരു കുട്ടിയെ പോലെ വല്ലാണ്ട് നമ്മൾ പരിസരം പോലും മറന്ന് പൊട്ടിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും, ഒരു കുട്ടികളെ പോലെ. ഇനി അതല്ലേ, ചില സമയത്ത് നമ്മൾ കുട്ടികളെ പോലെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതെ ചിലപ്പോൾ പൊട്ടി കരയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാകേണ്ടത്, ചൈൽഡ് ഇൻസൈഡ് യു, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുട്ടി, ആ ഒരു ഒരു ഡിവൈൻ ചൈൽഡ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്, ആ ഒരു ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്, അല്ലേ? പക്ഷെ ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ, ജനിച്ച എല്ലാം പഠിച്ചിട്ടല്ലല്ലോ ഇവിടെ വരുന്നത്, ഭൂമിയിലേക്ക് നമ്മൾ വരുന്ന എല്ലാം പഠിച്ചിട്ടല്ല. പക്ഷെ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഫീലിങ്സിലൂടെ ആ കുട്ടി വളരുമ്പോൾ, ആ കുട്ടി എന്ന് പറയുന്ന നിങ്ങളും ഞാനും ഒക്കെ തന്നെയാ, അല്ലെ? യു ആൻഡ് മീ, നമ്മളൊക്കെ ജനിച്ച സമയത്ത് ആ ഡിവൈൻ ചൈൽഡ്, ആ സോൾ സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ്, അല്ലെ? ഹൗ ലവ് ഫീൽസ്, സ്നേഹം എങ്ങനെയാണ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഹൗ സേഫ്റ്റി ഫീൽസ്, സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൗ റിജക്ഷൻ ഫീൽസ്, റിജക്ഷൻ എങ്ങനെയാ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ, വെൻ ടു ക്രൈ, വെൻ നോട്ട് ടു ക്രൈ, എപ്പോഴാ കരയാൻ പറ്റുക, എപ്പോഴാ കരയാതിരിക്കാൻ പറ്റുക, ഹൗ ക്യാൻ വി ആസ്ക് ഹെൽപ്പ്, മറ്റുള്ളവരുടെ എങ്ങനെ ഹെൽപ്പ് ചോദിക്കാം. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ പഠിക്കുകയാണ്. ഇതൊന്നും സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളല്ല, ഫ്രം ദ സൊസൈറ്റി, അല്ലെങ്കിൽ ഫ്രം പാരൻസ്, അല്ലെ? നമ്മുടെ കെയർ ഗിവേഴ്സിൽ നിന്ന്, പാരൻസിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സബ് കോൺഷ്യസ്ലി ലേൺ ചെയ്യുന്നുണ്ട്. അതൊരു ലേണിംഗ് ആണെന്ന് പോലും പലപ്പോഴും നമുക്കറിയില്ല. ഇത് ഞാൻ പഠിക്കുകയാണ്, ഇതിങ്ങനെയാണ്, ഒരു സ്ട്രിക്റ്റ് റൂളായിട്ട് പോലും, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് റൂൾ ആണെന്നോ, ഇങ്ങനെയാണ് സൊസൈറ്റി എന്നോ, ഒരാൾ ഒരു റിട്ടൺ ലോ ആയിട്ടോ റൂൾ ആയിട്ടോ ഒന്നും അല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൗ ലവ് ലൈക്ക്, അല്ലേ, ലുക്സ് ലൈക്ക്, ഫീൽ ലൈക്ക് എന്നുള്ളത്. കാരണം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ആയിരിക്കില്ല പുറത്തുള്ള സിസ്റ്റം, കൺട്രീസിൽ ഓരോ സിസ്റ്റങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പൊ നമ്മൾ വളർന്ന സാഹചര്യത്തിലൂടെ സബ് കോൺഷ്യസ്ലി വി ആർ ലേണിംഗ് ആൻഡ് അബ്സോർബിങ് ആൻഡ് ക്രിയേറ്റിംഗ് ദാറ്റ് ന്യൂറൽ പാത്ത് വേ, അല്ലേ? നമ്മൾ ലേൺ ചെയ്യുന്നു, വി ആർ എക്സ്പീരിയൻസിങ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ എക്സ്പീരിയൻസിലൂടെ സബ് കോൺഷ്യസ്ലി വി ആർ ലേണിംഗ്, നമ്മൾ ലേൺ ചെയ്യുന്നു. ലേണിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രോഗ്രാം ആയിട്ട് പോലും അത് മാറുന്നുണ്ട്, നമ്മുടെ ന്യൂറൽ പാത്വേ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു അന്ന് പഠിച്ച ആ ഒരു കുട്ടി സ്റ്റിൽ, നിങ്ങളൊന്ന് സ്റ്റിൽ അത് ആ കുട്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്, അല്ലെ? ചിലപ്പോൾ ആ കുട്ടി ഇപ്പോഴും സംടൈംസ് മേ ബി ഫിയർഫുൾ, മേ ബി ഡൗട്ട്ഫുൾ, എന്താണ്, ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഇപ്പോഴും, നിങ്ങളുടെ ഒരു സെൽഫ് ടോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ ടോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംസാരം എന്താണ്,
അല്ലേ? നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നോക്കുമ്പോൾ, ഇനി അതല്ല നിങ്ങളുടെ തന്നെ ലൈഫിനെ മൊത്തത്തിൽ നിങ്ങളൊന്ന് നോക്കുമ്പോൾ, ഹൗ ഐ ഫീൽ, എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ആം ഐ സേഫ്, ഞാൻ സേഫ് ആണോ, അല്ലേ? എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നാണോ, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണെന്നാണോ, ഞാൻ കംഫർട്ടബിൾ ആണെന്നാണോ, അല്ലെങ്കിൽ ഐ എം നോട്ട് ഓക്കെ, ഞാൻ ഓക്കെ അല്ല എന്നാണോ, അല്ലേ? ഐ ക്യാൻ ഡു ദിസ് അല്ലെങ്കിൽ ഐ കൻ നോട്ട് ഡു ദിസ്, എനിക്കിത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലേ? എന്നുള്ള എന്ത് ഫീലിംഗ് ആണ്, എന്ത് ഇന്നർ ടോക്കാണ് ഉള്ളിന്ന് വരുന്നത്, അല്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്താണ്? നിങ്ങൾ ഓവർ ഇൻഡിപെൻഡന്റ് ആണോ? വല്ലാണ്ട് അല്ലേ, ഇന്ന ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് പറ്റൂ, അല്ലേ? ഹൗ യു ആർ അറ്റാച്ച്ഡ് ടു പീപ്പിൾ, അല്ലെ? ഹൗ മച്ച്, അല്ലെ? എത്ര നിങ്ങൾ പീപ്പിളിനോട് അറ്റാച്ച്ഡ് ആണ്, വ്യക്തികളോട് അറ്റാച്ച്ഡ് ആണ്? ഹൗ മച്ച് യു ആർ ഫിയർഫുൾ ടു റിജക്ഷൻ എന്ന് പറയുന്നതിന് എത്രമാത്രം നിങ്ങൾക്ക് പേടിയുണ്ട്? നിങ്ങൾ പീപ്പിൾ പ്ലീസിങ് ആണോ? ഇഷ്ടമില്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? പീപ്പിൾ പ്ലീസിങ് ആണോ? നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ എവിടുന്ന് വന്നു? ഇതൊക്കെ എവിടുന്ന് വന്നു? ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദർ ഈസ് സം ബിലീഫ് സിസ്റ്റം ഇൻസൈഡ് അസ്. നമ്മളൊക്കെ ഉള്ളിൽ കുറച്ച് ബിലീഫ് സിസ്റ്റങ്ങളുണ്ട്, അല്ലെ? നമുക്ക് ഈ തോട്ട്സിനൊക്കെ ഇട്ട് തരുന്ന, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന, ഓൾറെഡി ഫിറ്റ് ആയിട്ടുള്ള, ഓൾറെഡി പ്രോഗ്രാംഡ് ആയിട്ടുള്ള സം ന്യൂറൽ പാത്വേസ്, അല്ലേ? അത് ഈ ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ഇന്നർ ചൈൽഡ് വൂണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറച്ച് അതിനെ കുറിച്ച് അവയർനെസ് ഉള്ള കേട്ടിട്ടുള്ള ആളുകളൊക്കെ വിചാരിക്കുക, നമ്മൾ പ്രത്യേകിച്ച് ഇന്നർ ചൈൽഡ് വൂണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് മേ ബി സം സിവിയർ എബ്യൂസ്, അല്ലെങ്കിൽ കുട്ടിക്കാലത്തുണ്ടായ ചില എബ്യൂസിൽ നിന്ന് വരുന്നതാവാം, ചില ട്രൊമാറ്റിക് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതാവാം. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, എനിക്ക് അങ്ങനെ ഞാൻ അബ്യൂസ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടൊന്നും ഇല്ലല്ലോ, ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഇല്ലാത്തവരെ ഒരു പക്ഷേ നമുക്ക് എന്താ പറയുക, അപ്പോൾ എനിക്ക് അങ്ങനത്തെ വൂൺസ് ഒന്നും ഇല്ലാതെ ചിന്തിക്കുന്നവരുണ്ടാകും, ഒരു പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോയവരും ഉണ്ടാകാം. പക്ഷേ നമുക്ക് ഈ വൂൺസ്, എസ്പെഷ്യലി ഇന്നർ ചൈൽഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇമോഷണൽ മെമ്മറിയാണ് ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് ഉണ്ടായ ഫീലിംഗിൽ നിന്നും നമുക്ക് ഉണ്ടായ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ചില ഓർമ്മകൾ നമ്മുടെ പാറ്റേൺ ആയിട്ട്, നമ്മുടെ ബിഹേവിയർ ആയിട്ട്, നമ്മുടെ ബിലീഫ് സിസ്റ്റം ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. അതിന് അബ്യൂസ് തന്നെ വേണമെന്നില്ല. സംടൈംസ് നമ്മളൊക്കെ ബിസി, നമ്മൾ നമ്മുടെ പാരന്റിങ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഹൗ വി ആർ കെയറിങ് അവർ കിഡ്സ്, അല്ലെ? ചിൽഡ്രൻ, നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു? അല്ലെ, നമ്മൾ അവർക്ക് ഇമോഷണലി അവൈലബിൾ ആണ് ഓൾവേസ്? അതൊന്ന് എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ പലപ്പോഴും ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാരൻസിൽ നിന്നും, അല്ലെങ്കിൽ കമ്പാരിസണിലൂടെ കടന്നു പോയിട്ടില്ല, നമ്മൾ പലപ്പോഴും കുട്ടികളെ കമ്പയർ ചെയ്യാറുണ്ട്. നീ അവനെ നോക്ക്, അവളെ നോക്ക്. ആ സമയത്ത് കുട്ടിക്ക് ഉണ്ടാകുന്ന ഇമോഷൻ എന്താന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല, അല്ലേ? ഇതേപോലെ നമ്മളും ഒരു പക്ഷേ, അല്ലേ, പലപ്പോഴും ഇങ്ങനത്തെ കമ്പാരിസണിലൂടെ, അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ആഗ്രഹിച്ച ഒരു സമയത്ത് പാരൻസിന് ബിസി ആയിരിക്കാം, അവർക്ക് വർക്ക് ബിസി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മൾക്ക് അവർ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ അവരോട് ചോദിച്ചു, കുട്ടിക്കാലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഇപ്പോഴുള്ളൊരു സംഗതി, ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ പപ്പൻ്റെയും അമ്മൻ്റെയും കൂടെയായിരുന്നു, ആ കുട്ടിയായിരുന്ന സമയത്ത്. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി, വണ്ടിയിൽ നിന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷേ പിന്നീട് ഞാൻ ഉണർന്ന സമയത്ത് എൻ്റെ പപ്പയും അമ്മയും എൻ്റെ കൂടെയില്ല, എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആയിരുന്നു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, എനിക്കന്ന് വല്ലാണ്ട് വിഷമമായിട്ടുണ്ടായിരുന്നു, അല്ലെ? എന്നെ ഇവിടെ ഇട്ടിട്ട് പോയൊരു, അല്ലെ, ഫിയർ ഓഫ് അബാൻഡൻമെന്റ് എന്ന് പറയാം നമുക്ക്. ആ ഒരു ഫിയർ എനിക്ക് ഇപ്പോഴും എനിക്ക് ആ ഒരു അല്ലെ, ഇപ്പോഴും എൻ്റെ ഉള്ളിൽ സ്റ്റിൽ ഹോണ്ടിങ് ആയിട്ടുള്ള, എനിക്കത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു, പക്ഷെ ഇപ്പൊ പാരൻസ് കൂടെയുണ്ട്, പക്ഷെ എന്നാൽ എനിക്ക് അത് ഓർക്കുമ്പോൾ ഒരു വിഷമമാണ്. ആ ഒരു സംഗതി എനിക്ക്, ഈ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ കൂടി ഇപ്പോഴും എനിക്ക്, അല്ലെ, എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് വലുതായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് പോകും, എന്നെ ഒറ്റയ്ക്കാക്കോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ കൂടി, എന്താ പറയാ, ഒരു ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, അല്ലെ? അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഓവർ അറ്റാച്ച്മെന്റ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഇമോഷണലി അൺഅവൈലബിൾ ആയുള്ള ആളുകളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇത് വിചാരിച്ച് എന്റെ പ്രശ്നം ഇതായിരിക്കും, എന്റെ പ്രോബ്ലം ഇതായിരിക്കും, ആരും ജഡ്ജ്മെന്റൽ ആവര് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുട്ടികളോട് വല്ലാണ്ട് ഷൗട്ട് ചെയ്തിട്ട്, അല്ലെ, വന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് സപ്രസ് ചെയ്ത്, കരയരുത്, ഡോൺ ക്രൈ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തിട്ട്, ആ കരയ്ക്കാൻ പറ്റാത്ത, അല്ലെ, കരയാൻ പാടില്ല എന്ന് മനസ്സിലാക്കി എല്ലാ ഇമോഷൻസ് കടിച്ചു പിടിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും.
അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ഈ ഒരു ഇമോഷണൽ മെമ്മറി നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഒരു പക്ഷെ പാരന്റ്സ് കുട്ടികൾക്ക് വേണ്ടി അവർക്ക് പറ്റുന്ന, നമ്മൾ പാരന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പാരന്റ്സ് ജീവിക്കുന്നതേ മക്കൾക്കാ, അതിൽ സംശയമൊന്നുമില്ല, അല്ലെ? മക്കൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ കുട്ടികൾക്ക് അപ്പോഴും ആ അൺമെറ്റ് ഇമോഷണൽ നീഡ്സ്, അവരിൽ ചില മാർക്കുകൾ, ചില അടയാളങ്ങളൊക്കെ, അല്ലെ? ചിലപ്പോ നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും പാരന്റ്സ് ഇങ്ങനെ മുറുക്കി പിടിക്കുന്നത്, അല്ലെ? ആ മുറുക്കി പിടിച്ച കൺട്രോളിംഗ് എന്നൊക്കെ പറഞ്ഞ ആ മുറുക്കി പിടുത്തത്തെ ചില അടയാളങ്ങൾ അവരിൽ ഉണ്ടായേക്കാം, അല്ലെ? ഇപ്പൊ പാരന്റിങ് കോച്ചും കൂടെ ആയതുകൊണ്ടാണ് പാരന്റിങ് കൂടെ കണക്ട് ചെയ്ത് പറയുന്നത്. എപ്പോഴും ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു റീപാരന്റിങ് തന്നെയാണ്. അപ്പൊ എന്താ പറയാ, അത് ചിലപ്പോൾ അഡൾട്ട് ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഉണ്ടാവാം. എന്നെ ഇട്ടിട്ട് പോവോ അത് പേടി, ആ ഒരു തോട്ട് പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ഇട്ടിട്ട് പോകുന്ന ലൈഫ് പാർട്ട്ണർ, പറ്റിച്ചു പോകുന്നല്ല, അങ്ങനത്തെ പല സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. ഇമോഷണലി ഡിസ്റ്റൻസ് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പിലേക്ക്, അല്ലെ? അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടാവാറുണ്ട്. കോൺസ്റ്റന്റ് സെൽഫ് ക്രിറ്റിസിസം, അല്ലെ? സെൽഫായിട്ട്, അല്ലെ? നിന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ നിനക്ക് ഒന്നും കഴിയൂല എന്നൊരു ക്രിറ്റിസിസം ഒക്കെ കേട്ട, അല്ലെങ്കിൽ കളിയാക്കപ്പെട്ട ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് എപ്പോഴും ചെവിയിൽ അന്ന് കേട്ട ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ, ഏയ് യു ആർ നോട്ട് ഏബിൾ, നിന്നെ കൊണ്ട് പറ്റില്ലടാ, നിനക്കൊന്നും കഴിയൂലടാ, അല്ലേ? ആ ഒരു എന്താ പറയാ, അതിന്റെ എക്കോ എന്നുള്ള രീതിയിൽ പിന്നെ കുട്ടിയുടെ ഉള്ളത്, യെസ് ഐ കൺ ഡൂ ദിസ്, എനിക്കിത് പറ്റൂല, എന്നെ കൊണ്ട് ഇത് കഴിയൂല, അല്ലെ? ആ ഒരു ഫീലിംഗ് കുട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കോൺസ്റ്റന്റ് സെൽഫ് ക്രിറ്റിസൈഡ് ചിലപ്പോൾ വരും. കുട്ടി എന്ന് പറഞ്ഞാൽ ആ ആള് വലുതായി കഴിഞ്ഞാലും ചിലപ്പോ നമ്മൾക്ക് ആ കുട്ടികളുടെ ലൈഫിൽ എപ്പോഴും കുട്ടിക്ക് അറ്റൻഷൻ വേണം. അറ്റൻഷൻ സീക്കേഴ്സ് ആയിട്ടാണ് അവർ പല കോപ്രായങ്ങളും കാണിക്കുന്നത്, അല്ല? അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വലുതാകുമ്പോഴും പലതും ചെയ്യുന്ന, ഒരു അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി, ഒരു അഭിനന്ദനം കിട്ടാൻ വേണ്ടി അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഓവർ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവരുണ്ടാവും, ഉത്തരവാദിത്തങ്ങൾ ആവശ്യമില്ലാണ്ട് ഏറ്റെടുക്കുന്നവർ. അവിടെ വേറെ റീസൺ ഉണ്ട്, നോ പറയാൻ പറ്റാത്ത റീസൺ ഉണ്ടാവും. അവിടെ പീപ്പിൾ പ്ലീസിങ് ആയി പോകുന്നുണ്ടാവും. കാരണം റിജക്റ്റ് ചെയ്യുക, ഞാനത് പറഞ്ഞില്ലെങ്കിൽ, ഞാനത് ചെയ്തില്ലെങ്കിൽ വാട്ട് അതേഴ്സ് തിങ്ക്, അല്ലെ? ഏറ്റവും വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം, വാട്ട് അതേഴ്സ് തിങ്ക്, മറ്റുള്ളവരെന്താ വിചാരിക്കുക, അല്ലെ? അവരെന്ത് കരുതും, ആ അവരെന്ത് കരുതും എന്നതിൽ നമ്മൾ അങ്ങ് സ്റ്റിക്കി ആയി പോയിട്ട് അവിടെ നമ്മൾ എന്ത്, അല്ലെ? നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ അവിടെ ബേർഡൻ ആവുന്നുണ്ടോ, നമ്മുടെ ഇന്നർ സെൽഫ്, നമ്മുടെ ഉള്ളിലുള്ള പ്യുവർ സ്റ്റേറ്റ് ഓഫ് ഡിവൈൻ കോൺഷ്യസ്നസ് അവിടെ ഹാപ്പി ആണോ, ആർ വി ഹാപ്പി, ആർ വി ഓക്കെ എന്നുള്ളൊരു സ്റ്റേറ്റിന് ഒരു വില പോലും കൽപ്പിക്കാതെ നമ്മൾ വാട്ട് അതേഴ്സ് തിങ്ക് ടു പ്ലീസ് അതേഴ്സ്, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ നമ്മൾ എന്താ പറയാ, അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഉൾവലിഞ്ഞു പോകുന്നതും എന്താണ്, കോൺസ്റ്റന്റ് ക്രിറ്റിസിസം, നിന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറയുന്ന കുട്ടിക്ക് ഒരിക്കലും പിന്നീട് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്തവരുണ്ടാകും. രണ്ട് രീതിയിൽ വരാം. പീപ്പിൾ പ്ലീസിങ് ആയിട്ട് ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരുണ്ടാകും. ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഏറ്റെടുക്കാൻ പറ്റാതെ, അല്ലെ, ഇൻട്രോവേർട്ട് ആയിട്ട് ഉൾവലിഞ്ഞു പോകുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ എല്ലാ ഇന്നർ ചൈൽഡ് വൂണ്ട് ആണെന്നിട്ടുള്ള ഞാൻ പറഞ്ഞു, യു ഡോണ്ട് ബിക്കം ജഡ്ജ്മെന്റൽ ടുവേർഡ്സ് യുവർ സെൽഫ്. ഇവിടെ ഒരിക്കലും നിങ്ങൾ നിങ്ങളോട് ജഡ്ജ്മെന്റൽ ആവണ്ട. എന്റെ റീസൺ ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണല്ലേ ഞാൻ ഇങ്ങനെ, ഒന്നൊന്നും ആരൊന്നും വിചാരിക്കരുത്. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്, നെവർ, അല്ലേ? ഒരിക്കലും നമ്മൾ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഒരു ഹയസ്റ്റ് ഫോം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും നെവർ എവർ ബ്ലെയിം യുവർ സെൽഫ്. ഒരിക്കലും നിങ്ങൾ ബ്ലെയിം ചെയ്യാതിരിക്കുക, സെൽഫിനെ ബ്ലെയിം ചെയ്യാതിരിക്കാം. എപ്പോഴും നമ്മൾ, അല്ലെ, എപ്പോഴും എല്ലാവരുടെയും കാര്യമല്ല, പലപ്പോഴും നമ്മൾ ഞാൻ എന്താ ഇങ്ങനെ, എനിക്കിത് പറ്റുന്നില്ലല്ലോ, ഐ കൺ ഡൂ ദിസ്, അല്ലെ? ആ ഒരു ഫീലിംഗ് പലപ്പോഴും നമ്മളിൽ വന്നേക്കാം. ചില ഔട്ട് ബേസ്റ്റിങ്സ് ഉണ്ടാവാറുണ്ട്, അല്ലേ? ചില സപ്രസ്ഡ് ഇമോഷൻസ് നമുക്ക് ട്രിഗേർഡ് ആവുന്ന സമയത്ത് കരയരുത് എന്നൊക്കെ കേട്ട് ചില സമയത്ത് ആ ഫീലിംഗ് ഔട്ട് ബേസ്റ്റ് ആയി പോവാറുണ്ട്, ഫീലിംഗ് നോട്ട് ഇനഫ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ ഒരു ജഡ്ജ്മെന്റിലാക്കി എടുക്കണ്ട. ഇത് പലപ്പോഴും നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറൽ പാത്വേ ഫോം ചെയ്ത് ഞാൻ ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്താണ്, നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലെ? നമ്മൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ, വഴിയില്ലാത്തൊരു വഴിയിലൂടെ, അല്ലെ, കംപ്ലീറ്റ്ലി കാട് കയറി കിടക്കുന്ന ഒരു പറമ്പിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോവുക, സ്ഥിരമായിട്ട് നടന്നു പോവുകയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? വാട്ട് വിൽ ഹാപ്പൻ ദെയർ? അവിടെ ഒരു വഴി ഫോം ചെയ്യും, പുതിയൊരു വഴി. കംപ്ലീറ്റ്ലി കാടാണ്, റെഗുലർലി നമ്മളൊരു വഴിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്കറിയില്ല
ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് നമുക്കറിയില്ല, നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയില്ല നമുക്ക്. അവിടെ എന്തെങ്കിലും ഡേഞ്ചേഴ്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളൊരു വഴി ക്രിയേറ്റ് ചെയ്തു, അതിൽ നമ്മൾ നടന്നു പോയി, അവിടെ ഒരു വഴി ഫോം ചെയ്തു. പിന്നീട് ഓട്ടോമാറ്റിക്കലി നമുക്ക് നടന്നു പോകണമെങ്കിൽ, ആ പറമ്പിലൂടെ നടന്നു പോകണമെങ്കിൽ ആ വഴിയിലൂടെ നമ്മൾ നടന്നു പോകാം. അവിടെ സം ഡേഞ്ചേഴ്സ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ, എങ്കിൽ കൂടി ഇറ്റ് വിൽ ബി കംഫർട്ടബിൾ ഫോർ അസ്, നമുക്കത് കംഫർട്ടബിൾ ആയിരിക്കും. അല്ലേ? കംഫർട്ടബിൾ ഇൻ ഡിസ്കംഫർട്ട് എന്ന് പറയാം. അങ്ങനെ കംഫർട്ടബിൾ ആയി പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത് കുറച്ചുകൂടെ നല്ലൊരു വഴിയുണ്ട്, അല്ലെ, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു വഴി ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് മാറുമ്പോഴും ഇല്ലേ, നമ്മുടെ മുമ്പിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു വഴി പുതിയത് ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളും നമുക്ക് ഈസി ആയിട്ട് തോന്നിയ ഈ വഴി തന്നെയായിരിക്കും. ഇതേപോലെയാണ് നമ്മൾ ഒരു പ്രാക്ടീസോ ഒരു ബിലീഫ് സിസ്റ്റമോ ഒരു തോട്ടോ റെഗുലർ ആയിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുകയോ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഈ വഴി എന്ന് പറയുന്ന പോലെ, നമ്മൾ തലവര എന്നൊക്കെ പറയുന്ന പോലെ ഒരു ന്യൂറൽ പാത്വേ നമുക്കുള്ളിൽ നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ പിന്നീട് ഈ പറമ്പിൽ, ഈ പുല്ല് നിറഞ്ഞ പറമ്പിൽ പുതിയൊരു വഴി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡേഞ്ചർ ആയിട്ടുള്ള വഴിയിലൂടെ നടക്കാതിരിക്കുകയും പുതിയൊരു വഴിയിലൂടെ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ്ലി നടക്കുകയും ചെയ്താലാണ് നമുക്കൊരു വഴി അവിടെ ഫോം ചെയ്യാം. ഇതേപോലെയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ വഴി ചിലപ്പോൾ നമ്മൾ ഇത് ഉപേക്ഷിച്ച് ഇതിലൂടെ പോവാതെ, പക്ഷെ നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയും എന്നാൽ ഏറ്റവും മടിയുള്ള നമ്മുടെ ബ്രെയിനിന്റെ നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള പാർട്ടാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ പണിയെടുക്കാൻ മടിയുമാണ്. എന്താണ് വാട്ട് ഇറ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ്, ലേൺഡ്, ക്രിയേറ്റഡ്, പ്രോഗ്രാംഡ്, എന്താണോ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചത് അതിലൂടെ അങ്ങനെ പോവാന്നുള്ളതാ, അല്ലേ? അതിരാവിലെ എണീറ്റാൽ ബെനിഫിറ്റ് ഉണ്ട് എന്നറിയാമെങ്കിൽ കൂടി ആ ഉറങ്ങുമ്പോൾ കിട്ടുന്ന ആ ചെറിയ ഡിസ്കംഫർട്ട്, അല്ലേ, നമ്മുടെ ഒരു എന്താ പറയാ ഇൻസ്റ്റന്റ് എന്താ പറയാ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം എന്താണോ അതിൽ അങ്ങ് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഡിസ്കംഫർട്ട് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ നമുക്ക് ഒരുപാട് പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോഴാണ്, അല്ലേ, ചിലപ്പോൾ നമ്മൾ അവിടെ സപ്രസ്ഡ് ഫീലിങ്സിനെ മനസ്സിലാക്കേണ്ടി വരും, ചില ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യേണ്ടി വരും, അല്ലേ, ഒരു സേഫ്റ്റി നമുക്ക് ഇപ്പം ഫീൽ ചെയ്യാത്ത സേഫ് ആൻഡ് കംഫർട്ടബിൾ എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ ഇൻജക്ട് ചെയ്യേണ്ടി വരും. അത് സിറിഞ്ച് എടുത്ത് ഇങ്ങനെ ഇൻജക്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല, ആ സേഫ്റ്റി ഫീലിംഗ്, അല്ലേ, അതിന് ആ ഇന്നർ ചൈൽഡിന് വാട്ട് എവർ ഇറ്റ് ഹാസ് നെവർ റിസീവ്ഡ്, അതെന്താണോ കിട്ടാതിരുന്നത് ഉള്ളിൽ എപ്പോഴും അത് ആഗ്രഹിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും, കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഉണ്ടാവും. അത് നമ്മൾ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലേ. അത് ഒരിക്കലും ഇറ്റ് ഇസ് നെവർ ഫോർഗെറ്റിംഗ് ദ പാസ്റ്റ്. ഇത് ഒരിക്കലും എന്തല്ല, പാസ്റ്റ് എക്സ്പീരിയൻസിനെ മറക്കുക എന്നുള്ളതല്ല, പക്ഷേ അല്ലേ, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രീയിങ് ദ പ്രസന്റ് ആണ്. നമ്മൾ പ്രസന്റ് ഇല്ല, നമുക്ക് പ്രസന്റിൽ നമ്മൾ പാസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട്, അല്ലേ, രണ്ടും കൂടി മിക്സ് ചെയ്ത് പ്രസന്റും ഇല്ല പാസ്റ്റും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ. അപ്പൊ നമ്മുടെ പ്രസന്റിനെ ഫ്രീ ആക്കിയിട്ട് അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക. അതിനാണ് നമ്മൾ ആ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്ത് ആ ഡിവൈൻ ചൈൽഡിന് ഉണ്ടായിരുന്ന, അതുകൊണ്ടാണ് നമ്മൾ ജോസഫ് മർഫി അദ്ദേഹത്തിന്റെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ പറയുന്നുണ്ട്, അല്ലേ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ ശരിക്ക് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡാ പറയുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് അത്രയും പവർ ഉണ്ട്, അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്കറിയാം ആ ഹ്യൂമൻ ബീയിങ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന AI, അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിനൊക്കെ എത്രയും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബ്രെയിൻ എത്ര കപ്പാസിറ്റി ഉണ്ടാവും എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഹ്യൂമൻ പൊട്ടൻഷ്യൽ എത്രമാത്രം ആയിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒക്കെ അത്രയും ഒരു സ്മോൾ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ രീതിയിൽ അത്രയും പവർഫുൾ ആണ്. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നർ ചൈൽഡ്, ഡിവൈൻ ചൈൽഡ്, ഇറ്റ് ഹാസ് സം ഡിവൈൻ പൊട്ടൻഷ്യൽസ്. ആ ഡിവൈൻ പൊട്ടൻഷ്യൽസ് ഉള്ള നമ്മുടെ ഡിവൈൻ ചൈൽഡ്. അപ്പൊ ആ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുക്കണമെങ്കിൽ അതിന് ഉണ്ടായിട്ടുള്ള എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള മെമ്മറീസ് അതിനെ റിലീസ് ചെയ്യണം. അതൊരിക്കലും ഫൊഗറ്റിംഗ് അല്ല, നോട്ട് ജസ്റ്റ് ഫോർഗിവിങ്ങും അല്ല, അല്ലേ, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. തീർച്ചയായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ള, അതിനെ ഹീൽ ചെയ്യുന്നതിനെ റിലീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇന്നർ ചൈൽഡ് വൂണ്ട് കാരണം നമ്മുടെ റിലേഷൻഷിപ്പിൽ, ചിലപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അല്ല അയാളുടെ പാസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ആൾക്ക് ഫിനാൻസുമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ജനറേഷണൽ ആയിട്ടുള്ള, ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ കോഴ്സിൽ വരുമ്പോൾ മദർ ഹീലിംഗ്, ഫാദർ ഹീലിംഗ്,
ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. മദർ ഈസ് ദ സെന്റർ ഓഫ് ഓൾ റിലേഷൻസ് ആണ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ്, നോട്ട് സെന്റർ, മദർ ഈസ് ദ റൂട്ട് ഓഫ് ഓൾ റിലേഷൻസ് ആണ്. നമുക്ക് റിലേഷൻഷിപ്പ് അല്ലേ, അതിലൊക്കെ പ്രശ്നമുള്ള ഒരാൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും മദേഴ്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതേപോലെ തന്നെ ഫിനാൻഷ്യലൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് പാരന്റൽ കണക്ഷൻസ്. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് ചില ആളുകൾ വിചാരിക്കും എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഞാനിതൊന്നും അനുഭവിക്കേണ്ടതല്ലല്ലോ എന്ന്. പക്ഷെ അവരിലും ഉണ്ടാകും ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എല്ലാം നിങ്ങൾ ഇന്നർ ചൈൽഡ് ആണെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പറയാണ്, ഡോണ്ട് ബി ജഡ്ജ്മെന്റൽ. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു 2 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഒരു പ്രാക്ടീസിലേക്ക്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് പ്രാക്ടീസ് ഒന്നല്ല, ജസ്റ്റ് ഒരു റിലാക്സേഷനിലൂടെ ഒന്ന് കടന്നു പോയാലോ? നിങ്ങൾ റെഡിയാണോ? നമ്മുടെ ഒരു ഇന്നർ ചൈൽഡിനെ ഒന്ന് അഡ്രസ് ചെയ്ത് ജസ്റ്റ് നമുക്ക് നോക്കാം, അല്ലെ, വാട്ട്സ് യുവർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ യുവർ മെമ്മറി ഓഫ് ദാറ്റ് ഇന്നർ ചൈൽഡ്. ഓക്കെ, നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്താലോ? റെഡിയാണോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലോ? റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ റെഡി എന്നൊന്ന് ടൈപ്പ് ചെയ്യണേ. യെസ്, ഓക്കെ. റെഡിയാണ് മാം. ഓക്കെ ഓക്കെ, ജസ്റ്റ് സിറ്റ് ആൻഡ് റിലാക്സ്. ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊന്ന് ഇരിക്കുക കേട്ടോ. വീണ്ടും നമ്മൾ തുടക്കത്തിൽ ചെയ്ത പോലെ റിലാക്സ് ചെയ്തിട്ടിരിക്കുക. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി, ബാക്കിയുള്ളവർ ജസ്റ്റ് കേട്ട് പോയാൽ മതി കേട്ടോ. കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നവർ ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. ഈ നിങ്ങൾക്ക് ക്യാമറ ഓഫ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഓഫ് ചെയ്തോളാം. ഇനി ഓൺ ചെയ്തിട്ടിരിക്കുന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. യോ വിഷ്. And close your eyes if you are feeling comfortable. And just focus on your breath. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. And feel yourself completely free and safe. നിങ്ങൾ വളരെ ഫ്രീ ആണെന്നും വളരെ സേഫ് ആണെന്നും ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് മുന്നിലായിട്ട് ജസ്റ്റ് ഇമാജിൻ യു ആർ സിറ്റിംഗ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്, ഒരു പ്ലേസിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ബ്രിങ് യുവർ അറ്റൻഷൻ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് സ്ലോലി. നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പൊ കിട്ടുന്ന, നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്ന നിങ്ങളുടെ യങ്ങർ സെൽഫിനെ, അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള നിങ്ങളുടെ ഓർമ്മയിൽ, നിങ്ങളുടെ മെമ്മറിയിലേക്ക് ആദ്യം വരുന്ന നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലത്തെ ഒരു രൂപം, യുവർ യങ്ങർ സെൽഫ് at an age where you felt you can see yourself. എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നത്, ആ ഒരു ഏജിലുള്ള നിങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. യു ക്യാൻ ഫീൽ യുവർ യങ്ങർ സെൽഫ്, നിങ്ങളുടെ യങ്ങർ സെൽഫിന്റെ ഫേസ്, ആ ഫേഷ്യൽ എക്സ്പ്രഷൻ, ആ മുഖത്തുള്ള ഭാവം, ഹൗ ഇറ്റ് ഫീൽ. ആ കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നോക്കാം. ഈസ് ഇറ്റ് ഫീലിംഗ് കംഫർട്ടബിൾ, ലോൺലി ഓർ ഹാപ്പി? ജസ്റ്റ് നോട്ടീസ്. എന്താണ് അതിൻ്റെ ഒരു ഫീലിംഗ്, ഇമോഷൻ, അതിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണ്, അതിൻ്റെ മുഖത്തുള്ള ഭാവം എന്താണ്, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് നോട്ടീസ്. ആ കുട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, കൈകാലുകൾ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ജസ്റ്റ് നോട്ടീസ്. അങ്ങനെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്കൊന്ന്, അല്ലേ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. യു ആർ കോളിംഗ് ദാറ്റ് ബേബി ടു യുവർ സെൽഫ്, ടു യുവർ സൈഡ്. നിങ്ങളിലേക്ക് ആ കുട്ടിയെ ഒന്ന് മാടി വിളിക്കുന്നതായിട്ട്, ഒന്ന് കൈ നീട്ടി ഒന്ന് മാടി വിളിക്കുന്നതായിട്ടൊന്ന് നോക്കുക.
ആൻഡ് ഒബ്സർവ് ദ റിയാക്ഷൻ. ആ കുട്ടിയുടെ റിയാക്ഷൻ എന്താണ്? ഇസ് ഇറ്റ് വില്ലിംഗ് ടു കം ടു യു ഓർ നോട്ട്? അത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വില്ലിംഗ് ആണോ? ആ നിങ്ങളുടെ യങ്ങർ സെൽഫിനോട് നിങ്ങൾക്കൊന്ന് പറയാം, ഐ ക്യാൻ സീ യു, ഐ ക്യാൻ ഹിയർ യു. എനിക്ക് നിന്നെ കാണാം, നിന്നെ കേൾക്കാം. ഐ ആം ഹിയർ ഫോർ യു. നിന്റെ കൂടെ, നിനക്ക് വേണ്ടി, നിന്നോടൊപ്പം ഞാനുണ്ട്. ഐ ആം ഹിയർ വിത്ത് യു. ജസ്റ്റ് ഹഗ് യുവർ ഇന്നർ സെൽഫ്. നിങ്ങളുടെ ഇന്നർ സെൽഫിനെ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്ത് പിടിച്ച് നിങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് പറയാം, ജസ്റ്റ് യെസ്, ഐ ആം ഹിയർ വിത്ത് യു, ഐ ആം ഹിയർ ഫോർ യു. ഞാനിവിടെ ഉണ്ട്, നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഗിവ് ദാറ്റ് പ്രോമിസ്. ആ ഒരു പ്രോമിസോട് കൂടി കൂടെ ഉണ്ട് എന്നൊരു പ്രോമിസ് കൊടുത്തുകൊണ്ട് സേ ടു യുവർ ഇന്നർ സെൽഫ്, സേ യുവർ ഇന്നർ സെൽഫ്, ഐ ലവ് യു, ഐ ആം ഹിയർ ഫോർ യു. അത്രയും പറഞ്ഞുകൊണ്ട് അതിന് വീണ്ടും ഒന്ന് നിങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് യു ക്യാൻ സേ ഐ ആം ഹിയർ ഫോർ യു. Then come back and open your eyes. That's enough for now. തിരിച്ചു വരാം, നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. തിരിച്ചു വന്നില്ലേ? എന്താണ് നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടായത്? എന്തെങ്കിലും ഫീലിംഗ് തോന്നിയോ? കാണാൻ പറ്റിയോ? എനിക്കൊരു രണ്ട് ചോദ്യങ്ങളാണ്. ഫേസ്റ്റ് വൺ, കുഡ് യു ഫീൽ ദാറ്റ് യങ്ങർ സെൽഫ്? നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റിയോ? അത് കാണാൻ പറ്റിയോ? അതിന്റെ ഫീലിംഗ് എന്താണ്? സാഡ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചട്ടെ, ഞാൻ ആ ഇന്നർ സെൽഫിനെ നിങ്ങളിലേക്ക് സാഡ് എന്ന് പറയുന്നുണ്ട്, ഓക്കെ ആയിട്ടുള്ളവരും ഉണ്ടാവും. ഓക്കെ, ആ യങ്ങർ സെൽഫിനെ, ഇത് നിങ്ങളല്ല കേട്ടോ, നിങ്ങളുടെ ഇപ്പോഴുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ, നിങ്ങളുടെ ഇന്നർ സെൽഫിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ആണ് നിങ്ങൾ അവിടെ കണ്ടത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എന്തായാലും നിങ്ങൾ ആ ഇന്നർ സെൽഫിന്റെ ഇപ്പോഴുള്ള നിങ്ങളുടെ കറന്റ് സ്റ്റേജ് ആണ് അവിടെ കണ്ടത്. അപ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ആണ് പലപ്പോഴും നിങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നതും. അപ്പോൾ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ അതിനെ നിങ്ങളുടെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അതിന്റെ റെസ്പോൺസ് എന്തായിരുന്നു? ഓടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കാതെ നിങ്ങളെ കെട്ടിപ്പിടിച്ചോ? അല്ലെ അത് വിളിച്ചപ്പോ സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ? വന്നു. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. റെജിനോ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അറ്റൻഡ് ചെയ്ത ആളാണല്ലോ. സങ്കടം അതിന്റെ വന്നു നല്ല മാം. മാറ്റമുണ്ട് മാം എനിക്ക്. താങ്ക് യു റെജിന മാം. റെജിന മാമിന്റെ ഇന്നർ ചൈൽഡ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളാണ്. സാബര മാം വന്നില്ല, എന്താ പറഞ്ഞേ? യെസ് വന്നു. സങ്കടം വന്നു. മോമിന മാം വന്നു. വെരി ഗുഡ്. അപ്പൊ അവിടെ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതൊരു റിഫ്ലക്ഷൻ ആണ്, അതൊരു സ്റ്റേറ്റ് ആണ് അല്ലേ? നിങ്ങൾക്ക് ആ കുട്ടി എത്രത്തോളം അതിന്റെ ഫീലിംഗ് എന്താണ്, ആ ഇമോഷൻ എന്താണ്, നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് പോണ്ട. വൈ ഐ ആം ലൈ, എനിക്കെന്താ ഇങ്ങനെ, ഞാൻ എന്താ ഇങ്ങനെ, എൻ്റെ ഉള്ളിൽ ഈ ഒരു ഫീലിംഗ് എന്താന്നുള്ളത് നിങ്ങൾ ഒരുപാട് അല്ലേ, കാരണം അത് അവിടെ ഉണ്ട്. ആ ഇന്നർ ചൈൽഡിന് നിങ്ങൾ ഇന്നർ സെൽഫിനെ കാണാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു സ്റ്റേറ്റ് എന്താണ്, അതിന്റെ ഫേസ് എന്താണ്, അതിന്റെ ഇമോഷൻ എന്താണ്, നിങ്ങൾ അതിനെ നിങ്ങളുടെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അതിന്റെ റെസ്പോൺസ് എന്താണ്, ഇതൊക്കെ നിങ്ങളുടെ ഇന്നർ സെൽഫിന്റെ ശരിക്കുള്ള അല്ലെങ്കിൽ ഇന്നർ ചൈൽഡിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. അത് മാത്രമല്ല, അതാണ് നിങ്ങളുടെ ഒരു റിഫ്ലക്ഷനും കൂടെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ ഇമോഷണലി എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം അറിയാതെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, പലതരത്തിലുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്ന, ഇമോഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ഒരു നിർവികാരത എന്നൊക്കെ പറയാം അല്ലെ, ലോ സെൽഫ് വർത്ത് ഉള്ള, എനിക്ക് എന്നെ കുറിച്ച് തന്നെ വെരി ലോ സെൽഫ് വർത്ത് ആണ് അല്ലെ, എനിക്കൊരു എന്നെ കുറിച്ചൊരു അഭിമാനം തോന്നില്ല, ഗിൽറ്റ് ആണ്, എപ്പോഴും ഒരു കുറ്റബോധമാണ്, അല്ലെ കോൺസ്റ്റന്റ് പ്രഷറാണ്.
അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഫീലിംഗ് സ്റ്റക്കാണ്, പ്രൊക്രാസ്റ്റിനേഷൻ ആണ്, ഓൾവേസ് ഫീലിംഗ് സ്റ്റക്കാണ്, ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആവാന്നുള്ളതിനേക്കാളും നമുക്കൊരു ബിക്കമിങ് എ ഹോൾ പേഴ്സൺ, ഒരു കംപ്ലീറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലേ? അവിടെ ആരില്ലെങ്കിലും ഐ ആം ഓക്കെ. പലപ്പോഴും നമ്മൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അത് അവരുണ്ടെങ്കിലേ മറ്റവരുണ്ട്. അപ്പൊ അതിനേക്കൊക്കെ അപ്പുറത്തേക്ക് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആ ഇനഫ്, ആ ഒരു ഫീലിംഗിലേക്ക് നമ്മൾ എത്തുക, ആ ഒരു സെൽഫ് സഫിഷ്യൻസിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഇമോഷൻ, ആ ഇമോഷന്റെ കേസിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ അത് അങ്ങനെ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അല്ലേ, ആ ഒരു അല്ലേ, നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത് തന്നെ എനർജി ഇൻ മോഷൻ ആണ്. ഇമോഷൻ മീൻസ് എനർജി ഇൻ മോഷൻ. അപ്പോൾ നമ്മുടെ ഇമോഷൻ ഹൈ ആയിട്ട് നിൽക്കണമെങ്കിൽ, അവിടെയാണ് നമ്മുടെ ഹൈ എനർജിയിലായിരിക്കണമെങ്കിൽ ഈ ഇമോഷണൽ ക്ലെൻസിങ് വന്നിട്ട് എപ്പോഴും ആ ലോ സെൽഫ് വർത്ത് അല്ലെങ്കിൽ ലോ ഇമോഷൻ എന്നുള്ളതിനെങ്കിൽ അല്ലേ, യെസ്, ലോൺലിനെസ് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്താണ് ആ ഒരു ലോ സെൽഫ് വർത്ത്, അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ലോൺലി എന്നൊക്കെ പറയുമ്പോൾ ആ അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു ചാറ്റ് ബോക്സിൽ ഇട്ടൊരു കാര്യം പറഞ്ഞാൽ ഓവർ അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് വർക്കിംഗ് ദെയർ എന്ന് ചോദിച്ചാൽ, അറ്റാച്ച്മെന്റിൽ വർക്ക് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ യു ആർ വർക്കിംഗ് ഇൻ ദ എനർജി ഓഫ് അതേഴ്സ്. നമുക്ക് എനർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അവരുണ്ടെങ്കിലേ, അവരുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ, അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എന്ന് പറഞ്ഞാൽ അതൊരു ഹാപ്പിനെസ് ആണ്. അവരുണ്ടെങ്കിൽ ഐ എം ഹാപ്പി, പക്ഷെ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആ ഒരു കേസ് അല്ലാതെ അവരുണ്ടെങ്കിലേ ഓക്കെ ആവൂ, അല്ലെങ്കിൽ അത് വ്യക്തികൾ മാത്രമല്ല, പല സംഗതികളും അല്ലേ, വസ്തുക്കളാവാം, വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം, എന്തും ആവാം. ഇഫ് ഇറ്റ് ഈസ് ദർ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദർ ഐ എം ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ് ഐ എം ഓക്കെ. ആ ഒരു കേസിലാണെങ്കിൽ യു ആർ ഇൻ എ സേഫ് സോൺ, സേഫ് ആണ്. അതല്ല അവരില്ലെങ്കിൽ എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ അറ്റാച്ച്മെന്റിലാണ്, ഓവർ അറ്റാച്ച്മെന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അവർ തരുന്ന എനർജിയിലായി പോകും. അപ്പൊ നമ്മുടെ ഉള്ളിൽ എനർജി ഇല്ലേ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നമ്മുടെ ഉള്ളിൽ എനർജി ഇല്ലേ? നമ്മുടെ ഉള്ളിൽ സെൽഫ് ഇല്ലേ? നമ്മുടെ ഉള്ളിൽ ഞാൻ നിൽക്കുന്ന ഈ ബോഡി എന്ന് പറയുന്നത് ഇത് വെറുതെ ഇങ്ങനെ ചലിക്കുന്നതല്ലല്ലോ. സം എനർജി ഈസ് വർക്കിംഗ് ഇൻസൈഡ് മീ. ദാറ്റ്സ് വൈ ഐ എം ടോക്കിംഗ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കോ? സംതിങ് ഈസ് വർക്കിംഗ് ഇൻസൈഡ് മീ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കൂല. അപ്പൊ ആ എനർജിയെ ഞാൻ ഫീൽ ചെയ്യാതെ, അതിന് ഗ്രേറ്റ്ഫുൾ ആവാതെ, അല്ലെങ്കിൽ അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാതെ, അതിനെ ഞാൻ നമ്മൾ മറ്റൊരാളുടെ എനർജി ഉണ്ടെങ്കിലേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ യു ആർ ഇൻ അറ്റാച്ച്മെന്റ്. അപ്പൊ അത് നമ്മളൊന്ന് നോക്കിയാൽ മതി. അറ്റാച്ച്മെന്റ് ആവാം, പക്ഷെ അവിടെ എന്താവണം, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ആം ഓൾ റൈറ്റ്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്നുള്ളൊരു പൊസിഷനിലാണെങ്കിൽ ഇറ്റ്സ് യു ആർ ഇൻ എ സേഫ് സോൺ. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രോഗ്രാം അല്ലെ, ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ഒരു 90 days. സ്നേഹ അവിടെ ഉണ്ടോ? സ്നേഹ അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് ഗ്രൂപ്പിലൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് കൊടുക്കണേ. അപ്പോൾ എന്താണ്, ഇത് ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ മാത്രമാണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡിനെ കോൾ ചെയ്തതും ഹൗ മച്ച് യുവർ ഇന്നർ ചൈൽഡ് ഇസ് സേഫ്, ഓർ അതിനൊരു ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊരു 90 days, ഒരു 3 months നീണ്ടു നിൽക്കുന്ന ഒരു ഹീലിംഗ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ന്യൂറൽ പാത്വേ എന്ന് പറയുന്നത് ഒരു അല്ലെ, ഒരു ന്യൂറോൺ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, ഞാൻ നേരത്തെ പറമ്പിലൂടെ നടന്നു പോകുന്ന വഴി പറഞ്ഞു, ഒരു വഴി ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി, കോൺസ്റ്റന്റ്ലി, കൺസിസ്റ്റന്റ്ലി അതിലൂടെ നടന്നു പോകേണ്ടി വരും. അപ്പൊ അതിന് സമയമെടുക്കും. അപ്പൊ ഒരു 3 month ജേണിയാണ്, ഒരു 1 month സെഷൻസ് ആയിട്ട്, പിന്നെ അതിന്റെ കറക്റ്റ് ഫോളോ അപ്പ്, 90 days ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കോഴ്സ് വരുന്നുണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ. ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ഏത് ഏരിയയിലാണോ ഫിനാൻസ്, റിലേഷൻഷിപ്പ്, ഏത് ഏരിയയിലാണോ നമ്മുടെ ബ്ലോക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള താങ്ക് യു സർ, താങ്ക് യു സൂം യൂസർ എന്നാണ്. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഡിറ്റാച്ച്മെന്റ് കൂടി, യെസ്, താങ്ക് യു. അപ്പോൾ എന്താണ് പറഞ്ഞത്, നമ്മുടെ ആ ഒരു കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും കൂടിയാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് 9th ഫെബ്രുവരി 9th കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അതേപോലെ തന്നിരിക്കുന്ന 2 കോൺടാക്ട് നമ്പർ ഉണ്ട്, ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് എൻക്വയറി നടത്താം. ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും.
അപ്പോൾ കംപ്ലീറ്റ് ഇന്നർ ചൈൽഡ് ഹീലിംഗും നമ്മളൊരു പെർഫെക്റ്റ് സെൽഫിന്, ആ ഡിവൈൻ സെൽഫിന്, ആ ഒരു പ്യൂരിറ്റിയോട് കൂടിയുള്ള നിഷ്കളങ്കമായിട്ടുള്ള, ആരോടും എന്താ പറയുക, ദേഷ്യമില്ലാത്ത, ആരോടും പരാതിയില്ലാത്ത, അല്ലേ, ആ അത്രയും പൊട്ടൻഷ്യലിനെ പുറത്തെടുക്കാൻ കഴിയുന്ന, ട്രൂ പൊട്ടൻഷ്യലിനെ പുറത്തെടുക്കാൻ കഴിയുന്ന, ദാറ്റ് ഇന്നസെന്റ് ഡിവൈൻ സെൽഫ് വേർത്ത് ഉള്ള, അല്ലേ, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആ ഒരു ഇന്നർ ചൈൽഡിനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ. അപ്പൊ ഇപ്പോഴുള്ള ഇന്നർ ചൈൽഡ് ഏത് സ്റ്റേജിലാണെങ്കിലും അതിനൊന്ന് ഹീൽ ചെയ്തിട്ട് അപ്പൊ അതിനെ പുറത്ത് കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡൊക്കെ റിയലി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും കേട്ട ശേഷം ഇഫ് യു ഹാർട്ട് ഇസ് സെയിങ് ദിസ് ഇസ് ഫോർ മീ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് വരാം, കോഴ്സിൽ ജോയിൻ ആവാം, അല്ലെങ്കിൽ എൻക്വയറി നടത്താം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദ ചൈൽഡ് ഇൻസൈഡ് യു വെയിറ്റഡ് സൈലന്റ്ലി ഫോർ ഇയേഴ്സ്. ഒന്ന് നിങ്ങൾ ആലോചിച്ചോ നോക്കിയാൽ മതി എത്ര ഏജ് ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളത്. അപ്പൊ ആ പാറ്റേൺ ഒരുപക്ഷെ പല തവണ നിങ്ങളുടെ ലൈഫിൽ ആഫ്റ്റർ മാരേജോ അല്ലെങ്കിൽ ആഫ്റ്റർ കുട്ടികൾ വലുതായ ശേഷമൊക്കെ ചിലപ്പോൾ ചില പാറ്റേൺസ് ആർ ഫീലിംഗ് ലോൺലി, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും. എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ചൈൽഡ് ഈസ് ദെയർ സൈലന്റ് ഫോർ ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളായിട്ട് ആ ചൈൽഡ് ആരെങ്കിലും എന്നെ ഒന്ന് അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോഴും യു മേ ബി ലുക്കിംഗ് ഔട്ട്സൈഡ്, നിങ്ങൾ പുറത്തൊക്കെ ആയിരിക്കും നോക്കുന്നത്, പക്ഷെ അകത്തുള്ള ആ ഒരു ബേബി, ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഫോർ യു, അല്ലെ, നിങ്ങളൊന്ന് അഡ്രസ്സ് ചെയ്യാൻ, നിങ്ങളൊന്ന് അന്വേഷിച്ചു വരാൻ കാത്തിരിക്കുന്ന, അല്ലെ. അപ്പൊ അതിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിനെ, അല്ലെ, നിങ്ങൾ അതിനൊന്ന് അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി, ഒന്ന് ഹീൽ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് മീ. ഹിയർ ഇസ് എ ബ്യൂട്ടിഫുൾ കോഴ്സ് ഫോർ യു. അപ്പോ താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ കമൻറ്റ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വി ഹാവ് 7 more minutes. 9 മണിക്ക് ഒരു 7 മിനിറ്റും കൂടെ ഉണ്ട്. ആ 7 മിനിറ്റിലേക്ക് എന്തെങ്കിലും റിലേറ്റഡ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇനി ഫീഡ്ബാക്ക് പറയാനുള്ളവർക്കാണെങ്കിൽ അതും ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ? മാമേ ഞാൻ പറയാം, ഞാൻ കുറച്ച് ലേറ്റ് ആയി ജോയിൻ ചെയ്യാൻ. ഓക്കെ, നമ്മുടെ സെൽമ മാം പറയൂ. സെൽമ മാം, ഓക്കെ, ഞാൻ 2 പ്രാവശ്യം വേറെ ആളെടുത്തുനിന്ന് ഇന്നർ ചൈൽഡ് ചെയ്ത, പക്ഷെ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ടാ മാമിന്റെ അടുത്തുനിന്നും എനിക്ക് ഒരു 30 വർഷം മുന്നേ ഉള്ള 31 വർഷം മുന്നേ ഉള്ളത് എനിക്ക് മാമിന്റെ ഇത് അറ്റൻഡ് ചെയ്തപ്പോൾ അത് ഹീലായി പോയത്. അതെന്റെ എന്തൊക്കെ ഞാൻ 97 മുതൽ ഓരോ കോഴ്സും ചെയ്തതാണ്, വ്യത്യസ്ത കോഴ്സ്. പക്ഷെ ഇന്നർ ചൈൽഡ് തന്നെ 2 പേരെടുത്തൊന്നും ചെയ്തിട്ട് എനിക്കത് പോയില്ല. മാമിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടി നന്ദി. അത് എനിക്ക് വല്ലാത്തൊരു ഭാരമായിരുന്നു. അത് മാമിന്റെ അടുത്തുനിന്ന് വന്നപ്പോൾ ഒരു 4ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. എനിക്ക് മാമിനോട് ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഹീലിംഗ് നടന്നതോടുകൂടി എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ഒന്നും കൂടെ എൻ്റെ നിർത്തിവെച്ച ക്ലാസ്സുകളൊക്കെ തുടങ്ങാനും എല്ലാം എനിക്ക് പറ്റിയിട്ടുണ്ടായി. മാമിനോട് എപ്പോഴും ഞാൻ താങ്ക്സ് പറയാണ്. ബിഗ് സല്യൂട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കുറച്ച് നേരം വൈകിപ്പോയി ഞാൻ കയറാൻ. ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും താങ്ക് യു വെരി മച്ച്. ഞാൻ ആരെങ്കിലും ഇതിൽ മാറി നിൽക്കണം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ചെറിയൊരു എമൗണ്ടിൽ ഇത്രയും മാസങ്ങൾ മാം നമുക്ക് തരുന്നത്, ആരും തരാത്ത ഒരു ചെറിയ ഫീസിൽ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ കിട്ടിയ അവസരമാണ്. എല്ലാവരും അത് പ്രയോഗിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു സെൽമ മാം, താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകൾ കേട്ടോ, എല്ലാ പ്രൊജക്ടിനും കാര്യങ്ങൾക്കും ഒക്കെ. ധൈര്യമായിട്ട് കയറാൻ മടിച്ചു നിൽക്കാർക്കൊക്കെ ധൈര്യമായിട്ട് ഇതിൽ കയറി വരാം. നല്ല മാറ്റം കാണും. റെജീന മാം, താങ്ക് യു റെജീന മാം. ആരോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ, നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ളോ? ഇനി കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് ഇതാ ചാറ്റ് ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കിനേക്കാളും നിങ്ങളുടെ എന്താ പറയുക ഡൗട്ട്സിനേക്കാളും ഒക്കെ വാല്യുബിൾ ആണ് നിങ്ങളുടെ വന്നതിന്. കൂടി മാമിനോട് പറയണ്ടേ, ഞാൻ പറഞ്ഞോളൂ. മാമിനെ ഞാൻ തലേ ദിവസം ഞാൻ മനസ്സിൽ വിചാരിച്ച്, പക്ഷെ ഞാനൊരു സ്ഥലത്ത് പോയിരുന്ന സമയത്ത് മാമിന് എന്റെ മനസ്സിൽ ഇങ്ങനെ വെറുതെ ഒന്ന് തോന്നിയതേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് മാം എന്നെ ചോദിച്ചു സൽമാ മാം അല്ലേ ഇത്. ശരിക്കും ഞാൻ ആ സമയത്ത് മാമിനെ ഓർത്തതേ ഉള്ളൂ. എനിക്ക് അത് മാമിനോട് അന്ന് പറയാൻ പറ്റിയില്ല.
അത് വല്ലാത്തൊരു അനുഭവം. മാമിനെ ചിന്തിച്ചപ്പോഴത്തെ മാം എന്നെ തട്ടിട്ട് ചോദിച്ചു സൽമാ മാം അല്ലേന്ന്. അതൊക്കെ എന്താ പറയാ, എനിക്ക് എന്താ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. താങ്ക് ഓക്കെ, യു ഡിയർ. അത് വിട്ടുപോയി. അത് സൽമാ മാമിന്റെ ആ വോയിസിലുണ്ട് ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ. എനിവേ താങ്ക് യു സോ മച്ച്. പിന്നെ താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നുമല്ല, നിങ്ങൾ ഇത്രയും സമയം ഈ ഒരു 1 അവർ എൻ്റെ കൂടെ ഇവിടെ ഇരുന്നത്, എൻ്റെ ക്ലാസ് കേട്ടതിന്, നിങ്ങളുടെ സമയം തന്നതിന്, നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായതിന് എല്ലാത്തിനും താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. വൺസ് അഗെയിൻ താങ്ക് യു. സെഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ജോയിൻ ചെയ്യുക. എന്താണോ, എന്ത് മാറ്റങ്ങളാണ്, 1 സ്റ്റെപ്പ് നമ്മുടെ ലൈഫ് മുന്നിലേക്ക് പോകാൻ എന്താണോ ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും, അതിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുക, മുന്നോട്ട് വരിക. അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. Good night, sweet dreams.